ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നല്ല വീട് നമ്മുടെ സ്വപ്നമാണ്. വീട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അകത്ത് സ്റ്റെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് നമ്മുടെ രീതിയിൽ, അതായത് ഫുൾ ടൈം ലൈറ്റ് ഉപയോഗിക്കാതെ തന്നെ പകലൊക്കെ നല്ല രീതിയിൽ വെളിച്ചം കിടക്കുന്നതിന് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ രീതിയിൽ ചെയ്താൽ മാത്രമേ വീടിൻ്റെ അകത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുള്ളൂ. അതായത് പുറത്തു നിന്നുള്ള സൂര്യപ്രകാശം നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഒരു വെളിച്ചം നല്ല രീതിയിൽ വീടിൻ്റെ അകത്തേക്ക് കിട്ടുന്ന രീതിയിലും, അതുപോലെ തന്നെ നല്ല പ്രകാശം വീടിൻ്റെ അകത്ത് വരുന്ന രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കാണാനായിട്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന രീതിയാണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് സ്റ്റെയറിൻ്റെ ഏരിയയാണ്. ഈ സ്റ്റെയറിൻ്റെ ഏരിയയിലാണ് നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ രീതിയിൽ പ്രകാശം വീടിൻ്റെ അകത്തേക്ക് കൊള്ളിക്കാൻ നല്ല ഐഡിയാസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സ്റ്റെയർ താഴെ നിന്ന് വരുന്നു, 2 സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് 2 സെറ്റ് ജനൽ സെറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു 3 പാളിയുടെ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു ജനലും, അതുപോലെ തന്നെ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന അടുത്ത ജനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് 3 പാളിയുടെ ജനലാണ് വരുന്നത്. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് 3 പാളി വരുന്ന ജനൽ 150 സെൻറ്റിമീറ്റർ, അതായത് വലിയ ജനലിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്, ജനൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ പർഹോള സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഈ പർഹോള നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ടെമ്പേർഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ടെമ്പേർഡ് ഗ്ലാസ് അതിൻ്റെ സൈഡിലായിട്ട് ഗ്രില്ല് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ജിയുടെ മെറ്റലിൻ്റെ പ്ലേറ്റുകളും അതുപോലെ തന്നെ ഉപയോഗിച്ചതിന് ശേഷം ആ ഏരിയയിൽ മാക്സിമം പ്രകാശവും അതുപോലെ തന്നെ വായു സഞ്ചാരം കിടക്കുന്ന രീതിയിൽ മെറ്റലിൻ്റെ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയയിൽ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒറ്റ രീതിയിൽ ജനലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീടിൻ്റെ അകത്താണെങ്കിലും താഴത്തെ ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അത് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പർഹോള സിസ്റ്റം ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ അകലം കറക്റ്റ് ചെയ്തതിന് ശേഷം, അതായത് സേഫ്റ്റി കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കാണണം. വീടിൻ്റെ സേഫ്റ്റി കൂടി ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ പൊട്ടാത്ത ഗ്ലാസ് ടെമ്പേർഡ് ചെയ്ത ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് അകത്തേക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ വീടിൻ്റെ ആ ടെമ്പേർഡിൽ ഡിസൈനിങ് ചെയ്തിരുന്ന ഗ്ലാസ് നമ്മുടെ അകത്തുള്ള കാഴ്ചകളൊന്നും, ഇപ്പോൾ മുകളിലൊരാൾ കയറിയാൽ പോലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, സൈഡുകളിൽ നോക്കിയാൽ തന്നെ ഈ ഏരിയയിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതാണെങ്കിൽ നമ്മുടെ സൈഡുകളിലെ ജനലുകൾ എപ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഏരിയകളിൽ വരുന്ന എയർ ഹോൾഡർ സിസ്റ്റം കൂടി നിങ്ങൾ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എയർ ഹോൾഡർ സിസ്റ്റം പൈപ്പ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയറിൻ്റെ സർക്കുലേഷൻ കൂടി കറക്റ്റ് ചെയ്യുന്ന രീതിയിലും നല്ല രീതിയിലുള്ള പ്രകാശം കിടക്കുന്ന രീതിയിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.